ഹലോ, വെൽക്കം ടു ചിത്ത വീഡിയോ ലൈറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അതെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് 100% കെമിക്കൽ ഫ്രീ ആയിട്ട് ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ 4 ആഴ്ച അടുപ്പിച്ചിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ടാൻ റിമൂവ് ആവുന്നത് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ എല്ലാം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം എന്നൊരു ഉറപ്പ് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഒന്ന് ബീട്രൂട്ട് പൗഡറാണ്. ആ ബീട്രൂട്ട് പൗഡർ എനിക്ക് തോന്നുന്നില്ല എല്ലാ വീട്ടിലും അവൈലബിൾ ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ വൈൽഡ് ടർമറിക്കും കസ്തൂരി മഞ്ഞളും സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, കസ്തൂരി മഞ്ഞളിന് ഏകദേശം ഈ ഒരു നിറാണ്, ഒരു ക്രീം കളർ പോലുള്ള ഒരു നിറാണ്. അതേസമയം നമ്മൾ നോർമലായിട്ട് മഞ്ഞളാണ് എന്ന് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം വൈൽഡ് ടർമറിക് ആണ്. ഇത് രണ്ടും നമുക്ക് ഈ ഫേസ് പാക്കിന് അത്യാവശ്യമാണ്. ഈ ഒരു ക്രീം കളർ ടെക്സ്ചറിലാണ് കസ്തൂരി മഞ്ഞൾ വരിക. ഇതുപോലെ മഞ്ഞ കളറുള്ളത് വൈൽഡ് ടർമറിക് ആണ്. അപ്പം നമുക്കിത് രണ്ടും എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഫേസ് പാക്കിന് ഇത് രണ്ടും വേണം. ഇതിലിപ്പോൾ കസ്തൂരി മഞ്ഞൾ നമുക്ക് എഫക്റ്റീവ് ആകാന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും കസ്തൂരി മഞ്ഞൾ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ വൈൽഡ് ടർമറിക് ആണ് നമുക്ക് ടാൻ റിമൂവൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ്. ഒരുപാടൊന്നും വാരി വലിച്ചെടുക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതെല്ലാം വേണം. ഞാൻ പർപ്പിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ആൽപ്സിൻ്റെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാനിത് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ആൽപ്സിൻ്റെയാണ് ഞാൻ ബീട്രൂട്ട് പൗഡറും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് യൂസ് ചെയ്തതിൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ്. വേറെ ബ്രാൻഡിൻ്റെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് അറിയില്ല. നിങ്ങൾക്കിപ്പോൾ ഏതാണോ നിങ്ങളുടെ വിശ്വാസത്തിലുള്ളത് ആ ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാൻഡൽവുഡ് ഉണ്ട്, അതായത് ചന്ദനത്തിൻ്റെ പൊടിയുണ്ട്, ബീട്രൂട്ട് പൗഡറുണ്ട്, അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി. ഇത് കടയിൽ പോയാലും മുൾട്ടാണി മിട്ടി നമുക്ക് കിട്ടും. ഈവൻ മെഡിക്കൽ സ്റ്റോറിൽ വരെ മുൾട്ടാണി മിട്ടി കിട്ടുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ അടുത്തുള്ളത് ടർമറിക്ക്, അതുപോലെ തന്നെ കുറച്ച് കാപ്പിപ്പൊടി ഉണ്ട്, ഒരു 1/2 തക്കാളിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് നമ്മളൊരു സ്ക്രബാണ് ചെയ്യുന്നത്, അതിനുശേഷം നമ്മളൊരു ഫേസ് പാക്ക് ഇടും. നമ്മുടെ സ്കിന്നിന് ഒരുപാട് അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ആഴ്ചയിൽ നിങ്ങളോട് 2 പ്രാവശ്യം ചെയ്യണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഡെയിലി ചെയ്തിട്ട് സ്കിന്ന് നിങ്ങൾ നശിപ്പിക്കരുത്. അതായത് സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അതായത് ഡെയിലി ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഞാനിപ്പം സ്ക്രബൊക്കെയുള്ള ഫേസ് വാഷ് ആണെങ്കിലും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. സ്ക്രബ് നമുക്ക് അത്ര ഓക്കെ അല്ല, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ പിന്നെയും അത് ഡ്രൈ ആക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് നമ്മളെ സ്കിന്നിന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന, നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസിലേക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അത് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനെ സ്മൂത്തനാക്കും, പോർസ് എല്ലാം ഓപ്പൺ ചെയ്യും. നമ്മൾ വേറൊരു ഫേസ് പാക്ക് എന്തിട്ടാലും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ക്രബ് സഹായിക്കും. എന്ന് കരുതി ഡെയിലി കാപ്പിപ്പൊടിയും തക്കാളിയും കൂടി എടുത്ത് നിങ്ങൾ മുഖം വരയ്ക്കാൻ ഞാൻ പറയില്ല. അതായത് സ്കിന്നിനെ അത് കുറച്ചും കൂടി അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും നമുക്ക് ഡെയിലി ഇങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് വീക്ക്ലി ട്വൈസ് നിങ്ങൾ അത്രയും ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 4 സാധനങ്ങളും കൂടി മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്ക് കൂടി ഉണ്ടാക്കും. ഇപ്പം നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലോ അല്ലെങ്കിൽ കേർഡോ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്, പാലോ അല്ലെങ്കിൽ തൈരോ. ഇനി അതല്ല, നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഫേസ് വെറ്റാക്കിയിട്ട് വന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് മുഖം കഴുകി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് മുടിയൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാം. നമുക്കൊരു 1/2 തക്കാളി ഇത് ഇച്ചിരി വലുതാണ്. മാത്രമല്ല ഇതിനേക്കാളും കുറച്ചുകൂടി പഴുത്തതാണ്, നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത് ഫുള്ളി അങ്ങോട്ട് അത്ര പഴുത്തിട്ടുള്ള തക്കാളിയല്ല. ഒന്ന് സ്ക്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് ഈ കോഫി പൗഡറിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് സ്ക്രബ് ചെയ്യാൻ നിങ്ങളെ കുറച്ചുകൂടി കൂടുതൽ സഹായിക്കും. അതായത് കുറച്ചും കൂടി അതൊന്ന് ഡൈല്യൂട്ട് ആവും ആ ഒരു ജ്യൂസിൽ തന്നെ. നിങ്ങൾക്കറിയാം ടൊമാറ്റോ വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെന്റ് തക്കാളിക്കകത്തുണ്ട്. കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള എല്ലാ ഡെഡ് സ്കിന്നിനെയും കോഫി പൗഡർ മാറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനത് അത്രയും എഫക്റ്റീവാണ്.
അപ്പോൾ മൂക്കൂത്തിയോ കമ്മലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ചു വെക്കുന്നതാണ് ബെറ്റർ. ഓർണമെന്റ്സിലൊന്നും പറ്റാതിരിക്കും എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ചെവിയിൽ കൂടി യൂസ് ചെയ്യണം. നമ്മൾ മുഖത്ത് എന്ത് ഉപയോഗിച്ചാലും ചെവിയിലും കഴുത്തിലും അത് യൂസ് ചെയ്യണം. ഇപ്പം അത് ഈവൻ ഒരു ഫേസ് ക്രീമാണ്, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ഫേസിൽ യൂസ് ചെയ്യുന്നോ അത് നിങ്ങൾ കഴുത്തിലും ചെവിയിലും ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ടവലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റില്ല. ഒരു 3 to 5 minutes മാത്രം സ്ക്രബ് ചെയ്താൽ മതി. ആ ഒരു തരി നിങ്ങളുടെ മുഖത്ത് ഒരയുന്ന ഒരു രീതി, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. സർക്കുലർ മോഷനിൽ വേണം കേട്ടോ നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു റൗണ്ട് ഒരു 2 to 3 minutes നിങ്ങൾ ജെന്റ്ലി സ്ക്രബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഫേസ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഒരു 3 minutesോളം നിങ്ങളിതിങ്ങനെ ലീവ് ചെയ്തേക്കുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാം. അപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് നമ്മുടെ സ്കിന്ന് ഇങ്ങനെയാവും ഉണ്ടാവുക. ഇൻസ്റ്റൻ്റ്ലി ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയതുപോലെ ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഫേസ് മാസ്ക് സെറ്റ് ചെയ്യാം. നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു മിക്സിംഗ് ബൗളാണ്. ഇത് ഞാൻ ടെമൂന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇതൊരു കിറ്റായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 3 പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട്. അത് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ഈ ഒരു കാരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കുന്നത് ബീട്രൂട്ട് പൗഡറാണ്. ബീട്രൂട്ട് പൗഡർ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏകദേശം ഈ ഒരു ചെറിയ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് സാൻഡൽവുഡ് പൗഡറാണ്, അതായത് ചന്ദനപ്പൊടിയാണ്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു കൂൾ എഫക്റ്റ് തരും നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനും സാൻഡൽവുഡ് പൗഡർ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. ഞാനും ഇത് പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഒരു 1.25 സ്പൂണോളം നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കേട്ടോ, ടീസ്പൂൺ ആണ് ഇത്, ടേബിൾ സ്പൂൺ ഒന്നും അല്ല. നമ്മുടെ മുഖത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഫേസ് പാക്ക് മതിയല്ലോ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൈൽഡ് ടർമറിക് ഉണ്ട്, അത് ഒരു ചെറിയ സ്പൂൺ ഇടാം. ചിലർക്ക് ഇത് കുറച്ച് പുകച്ചിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പേ, അത് ഒരു ടീസ്പൂണാണ് കേട്ടോ ഇടുന്നത്. ഇടുന്നതിന് മുമ്പേ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചെവിയുടെ പുറകിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക്ക് ഉണ്ടോ, ഈ ഇത്ര സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അലർജിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലാതെ വേറെ ഏതൊരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾ ജസ്റ്റ് ചെവിയുടെ പുറകിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 minutes വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടോ, എന്തെങ്കിലും റിയാക്ഷൻ അടിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം മാത്രം നമ്മുടെ മുഖത്ത് നമ്മളത് അപ്ലൈ ചെയ്യാം. ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഒരു നിറം കണ്ടില്ലേ, ഉദ്ദേശിക്കുന്നത് പോലെ ഭയങ്കര ഒരു മഞ്ഞ കളറല്ല കസ്തൂരി മഞ്ഞളുടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന മഞ്ഞ കളർ വൈൽഡ് ടർമറിക് ആണ്. അത് പക്ഷേ നല്ലതാണ്, ടാൻ റിമൂവ് ചെയ്യാനും നല്ലതാണ്. പക്ഷേ കസ്തൂരി മഞ്ഞളും വൈൽഡ് ടർമറിക്കും രണ്ടാണ്. ഓക്കെ, അപ്പം അതും നമുക്ക് 1 ടീസ്പൂൺ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മുൾട്ടാണിമിട്ടിയാണ്. മുൾട്ടാണിമിട്ടി സാധാരണ ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരുപാട് ഉപയോഗിക്കരുത്. മുൾട്ടാണിമിട്ടി ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്, നമ്മുടെ എക്സസ് ഓയിലിനെ വലിച്ചെടുക്കും. പക്ഷേ ഡ്രൈ സ്കിൻ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീസ്പൂണിന്റെ ഹാഫ് മതിയാവും മുൾട്ടാണിമിട്ടി. ജസ്റ്റ് ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ മുൾട്ടാണിമിട്ടി സഹായിക്കും. ഇതൊരു മണ്ണാണ്, മിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ണാണ്. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂണോ മറ്റോ മതി. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഡ്രൈ സ്കിൻ അല്ല എൻ്റെത്, ഏകദേശം ഒരു കോമ്പിനേഷൻ സ്കിൻ മാതിരിയുള്ള സ്കിന്നാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പാക്കിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മിക്സിംഗ് ബൗളിൽ സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഒരു എമൗണ്ടേ ഉള്ളൂ. നമുക്ക് കഴുത്തിലും മുഖത്തും ഇടാൻ ഇത്ര ഒരു എമൗണ്ട് തന്നെ ധാരാളമാണ് കേട്ടോ. ഞാനിത് മിക്സ് ചെയ്യുന്നത് പാലിലാണ്. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. ഒരുപാടങ്ങ് കട്ടിയാവരുത്, ഒരുപാടങ്ങ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ ആകരുത് ഫേസ് പാക്ക് എപ്പോഴും. അപ്പോൾ ഇതിൽ കട്ടയൊന്നുമില്ല, കറക്റ്റ് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് മാസ്ക് ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടവൽ എടുക്കുക, ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിലൊന്നും പറ്റാതെ സെറ്റാകും. എൻ്റെ ഡ്രസ്സിലേക്ക് ഇപ്പോൾ ഓൾറെഡി പറ്റി കഴിഞ്ഞാൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ടർക്കിയിൽ മാത്രമേ ഡ്രസ്സ് വൃത്തികേടാകാതെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം
ഈ ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രഷിന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു സ്ക്രബ് എഫക്റ്റ് ഉണ്ട്. ഭയങ്കര ഹാർഡൊന്നുമല്ല, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഉണ്ടാവുന്ന ആ ഒരു കാര്യമൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് അല്പം, അതായത് ഫുള്ളി ഞാൻ പറയുന്നത് നിങ്ങളോട് മുഖം കഴുകിയിട്ട് വന്നിട്ട് ഫേസ് മാസ്ക് ഇടുന്നല്ല, ജസ്റ്റ് ഒന്ന് വെറ്റായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കഴുത്തിലും മുഖത്തുമായിട്ട്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു നനവ് അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുകാർ ഇത് മിൽക്കിലോ കേടിലോ തന്നെ മിക്സ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത്, കണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത്. സ്ക്രബ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, കണ്ണിനടിയിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇട്ടാക്കരുത്. ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ താഴെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്ര ജെന്റിലായിട്ട് വേണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, നിങ്ങൾ വെളുത്ത് പാറുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്കിപ്പം സ്കിന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ബ്രൈറ്റൻ ആവുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിലുള്ള ടാനൊക്കെ റിമൂവ് ആവുക എന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ് കേട്ടോ ഈ ഒരു ഫേസ് മാസ്ക്. നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് 4 ആഴ്ച, ജസ്റ്റ് 4 ആഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഇനി അതല്ല നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല, ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടെക്സ്ചറാണ്, എന്നാലും എൻ്റെ മാക്സിമം ഗ്യാരണ്ടി ഈ ഒരു ഫേസ് പാക്കിനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് എഫക്റ്റീവ് ആവും, നിങ്ങൾക്കും ഇത് സഹായമാവുമല്ലോ. 5 to 10 മിനിറ്റ്സ് നിങ്ങൾ ഈ പാക്ക് ഇങ്ങനെ തന്നെ ഫേസിൽ വെച്ചിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫേസിൽ ഇത് ഡ്രൈ ആയി തുടങ്ങും. ഡ്രൈ ആവുന്ന ടൈമിൽ ഞാൻ കാണിച്ചില്ലേ നിങ്ങളെ വാട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പോലെ, ഡ്രൈ ആവുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങൾ ഫേസ് പാക്ക് ഇട്ടിട്ട് അധികം സംസാരിക്കാനൊന്നും നിൽക്കേണ്ട. നിങ്ങളുടെ ഒരു ഫ്രീ ടൈം പോലെ ഫോണിൽ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഫേസ്, അതായത് ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആയി വരുന്ന ടൈമിൽ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആയി അങ്ങനെ ഒരുപാട് നേരം ഡ്രൈ ആയിട്ടിരിക്കാൻ നമ്മുടെ ഫേസിനെ അനുവദിക്കരുത്. ആക്ച്വലി ഫേസ് പാക്ക് ഇടുമ്പം ഡ്രൈ ആയിട്ട് അങ്ങ് എഫക്റ്റീവ് ആവുമെന്ന് പണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു. എനിക്കറിയില്ല എൻ്റെ അത്രയും പൊട്ടത്തരം നിങ്ങൾക്ക് കൊണ്ടുവന്ന്, പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കുറേ ഡ്രൈ ആയിട്ടിരിക്കട്ടെ, കുറേ നേരം ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മുടെ ഫേസ് ഡ്രൈ ആവുന്നത് നമുക്ക് റിങ്കിൾസ് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കണം. അപ്പം നമുക്ക് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കാണാം. എന്നെ കണ്ട് എനിക്ക് തന്നെ പേടി വന്നിട്ട് നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആവുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ഡ്രൈ അല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫൈൻ. ഒരു 5 to 8 മിനിറ്റ്സ് അത്രയും നേരം നിങ്ങൾ ഫേസ് പാക്ക് മുഖത്ത് വെച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ജെന്റ്ലി കഴുകിക്കളയാം. വീണ്ടും ഒരു സ്ക്രബിന്റെ ആവശ്യമില്ല. ആക്ച്വലി കഴുകി കളയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വരയ്ക്കില്ലേ, വേണ്ട. ഓൾറെഡി നമ്മുടെ മുഖത്തിനെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഇറിറ്റേഷൻസ് വരെ മതിയാക്കാം നമുക്ക്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും സ്കിൻ ഇറിറ്റേറ്റ്, ഇനി കുറച്ചുകൂടി വെളുത്തോട്ടെ എന്ന് പറഞ്ഞ് വെച്ച ഉരച്ച് കളയരുത്. സ്കിന്നിനെ നമ്മൾ ഭയങ്കര മൈൽഡായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇനി തന്നെ കഴുകിക്കളഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനൊരു മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല. ഇൻസ്റ്റന്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു ബ്രൈറ്റ്നസ് ഇങ്ങനെയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം. നിങ്ങൾക്ക് ഇത് വർക്കാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ബിഗിനർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിന് ഒന്നും, അതായത് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കണം. വളരെ നല്ലതാണ്. അതോടുകൂടി നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആവുന്നത് ഒരു മോയ്സ്ചറൈസർ പുരട്ടുമ്പോഴാണ്. ഞാൻ ഈ മുടിയെല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഞാനിങ്ങനെ പുറമോട്ട് വലിച്ചു മുറുക്കി എൻ്റെ മുടി എത്തുന്നത്. ഞാൻ ഇതിനു മുമ്പ് അമ്മേനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മേനോട് ചോദിച്ചു, എന്താ നീ കാണിച്ചു വെച്ചിരിക്കണേ, മുടി എന്താ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും
ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് പ്ലീസ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാൻ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമ്മുടെ സ്കിന്ന് കറുത്തു പോവോ അല്ലെങ്കിൽ ആ ഒരു നിറാവോ ചെയ്യല്ലല്ലോ. നമ്മുടെ സ്കിന്ന് കരിവാളിക്കാണ്, അതായത് സ്കിന്ന് ഡാമേജ് ആവുക. അപ്പൊ സ്കിന്ന് ഡാമേജ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ്, അല്ലാതെ വെളുത്ത് പാറാനൊന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ ഈ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് ഇപ്പൊ മോയ്സ്ചറൈസർ പുരട്ടിയത് കൊണ്ട് ഒരു ജസ്റ്റ് ഓയിലി എഫക്റ്റ് സ്കിന്നിനുണ്ടായ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.